വീട്ടിലുള്ള സാധനം കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതൊരു ഇളനീരിന്റെ കാമ്പാണ്, ഒരു പ്ലേറ്റ്. ഇത് അത്ര തന്നെയല്ല, പഴുത്ത ചക്കയാണ്. അപ്പൊ ഒരു 3 ഇളനീർ കാമ്പാണ് ഈ കാണുന്നത്. ഇതൊരു അത്ര തന്നെ ഇല്ലാത്ത ഒരു ചക്ക, അതിന്റെ ചവണിയൊക്കെ കളഞ്ഞിട്ടുള്ള ഇത്. പിന്നെ ഒരു 200 മില്ലിയുടെ നല്ല ഫ്രഷ് പാല്, പിന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര. അപ്പൊ ആദ്യം നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇളനീരിന്റെ കാമ്പ്, അധികം മൂപ്പില്ലാത്തത്, എന്നാൽ കുറച്ചൊരു കാമ്പുള്ളതാണ് വേണ്ടത്. ചക്കയും അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ്, ചവണി എന്ന് പറയും ഞങ്ങളത്, കളഞ്ഞ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. പാന് നല്ലോണം അരയണം, കംപ്ലീറ്റ് അരഞ്ഞിരിക്കുന്നത്. അതിലേക്കാണ് ഇനി ആ ഒരു 200 മില്ലിയുടെ പാൽ ഒഴിച്ചിട്ട് വീണ്ടും അടിക്കുകയാണ് നല്ലോണം. ഇപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഫ്രീസറിൽ വെക്കാൻ പോവാണ്. കംപ്ലീറ്റ് അതിലേക്ക് അഴിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചിട്ട് ഒന്ന് തണുപ്പിക്കാൻ ഒരു 4 മണിക്കൂർ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഇപ്പൊ 4 മണിക്കൂർ വേണ്ടിയാണ് ഇത് പുറത്തെടുത്തേക്കുന്നത്. ഇപ്പൊ ഒന്നുകൂടി നമ്മൾ മിക്സിയിൽ അടിക്കണം. ഇതൊരു ക്രീം, ഇത് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഉത്തമമാണ്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ വീണ്ടും നമ്മൾ ആ തണുത്തിട്ടുള്ള ഐസ്ക്രീം മിക്സിന്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് ക്രീമും, ഞാനത് പറഞ്ഞില്ല നിർബന്ധമല്ല, ഇത് നമ്മുടെ വീട്ടില് ഒരു സാധനത്തിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ കേടായിപ്പോണ്ട വെച്ചിട്ടുള്ളതാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതും ഞാൻ അടിച്ച് റെഡി ആയിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ഞാൻ വീണ്ടും ഇതിലേക്ക് വെച്ചിട്ട് അടച്ചു വെക്കാൻ പോവാണ്. കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട് ആ ക്രീമിന്റെ, അതും കൂടി. ഇനി ഇതൊന്ന് അമർത്തി കഴിഞ്ഞ ശേഷം ഞാനിത് ഫ്രീസറിൽ വെക്കണം. ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. ഇനി ഞാൻ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങോട്ട് കംപ്ലീറ്റ് ഒരു ബൗളിലേക്ക് വെക്കുക, കഴിക്കാനുള്ള സൂപ്പർ ടേസ്റ്റ് ആണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരും ഇതിന്. അതുപോലെ വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ചാനലിൽ. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.